ഇനി ലോവർ അഹോബിലത്തിലെ 5 ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. അതിൽ തന്നെ ആദ്യത്തേത് പാവന നരസിംഹ ക്ഷേത്രമാണ്. ലോവർ അഹോബിലവും അപ്പർ അഹോബിലത്തിലും കൂടി 9 ക്ഷേത്രങ്ങളുണ്ട്. അവർക്ക് കാവൽക്കാരനായി ഓരോ ക്ഷേത്രത്തിലും അതാത് നവഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. പാവന നരസിംഹ ക്ഷേത്രം അത് കാടിനുള്ളിലാണ്. ഇത് കാടിനുള്ളിലേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ അകത്തു പോകാം. പാവന നരസിംഹസ്വാമി ക്ഷേത്രം 16 കിലോമീറ്റർ വനത്തിൻ്റെ ഉള്ളിലാണ്. എത്തിച്ചേരാൻ ഏറ്റവും പ്രയാസമുള്ള ഈ ക്ഷേത്രത്തിൽ എത്താൻ ഒന്നെങ്കിൽ ജീപ്പ് സവാരി അല്ലെങ്കിൽ 2 മണിക്കൂർ കഠിനമായ നടത്തമാണ്. ഞങ്ങൾ ജീപ്പിലാണ് പോയത്. 3700 രൂപ കൊടുത്താൽ താഴെയുള്ള 4 നരസിംഹ അമ്പലത്തിൽ കൊണ്ടുപോയി തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവിടും. ഈ വനത്തിൽ ആന ഒഴികെ ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ശിവ പറഞ്ഞത്. അമ്പലം രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെ ജീപ്പ് സവാരി 3 മണി വരെ ഉള്ളൂ. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 8 മണിയോടെ ജീപ്പിൽ യാത്ര തിരിച്ചു. ഓഫ് റോഡിൽ കൂടിയുള്ള യാത്ര അറിയാമല്ലോ എങ്ങനെയുള്ളതാണെന്ന്. നടുക്കിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, എന്നാൽ പുറകിലിരിക്കുന്നവരുടെ നടുവ് പോയി കിട്ടിയത് തന്നെ. ഈ വനപ്രദേശത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ നരസിംഹ ഭഗവാന്റെ ഭാര്യയായ ലക്ഷ്മി ദേവി ഈ മലനിരകളിലെ ആദിവാസി കുടുംബത്തിൽ ചെഞ്ചുലക്ഷ്മിയായി അവതരിച്ചു. ഹിരണ്യ സംഹാരം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഭഗവാൻ കോപാകുലനായിരുന്നു. ത്രിമൂർത്തികൾ സമാധാനിപ്പിക്കാനാവുന്നതും ശ്രമിച്ചെങ്കിലും ഭഗവാൻ കോപാകുലനായിരുന്നു. ഇതറിഞ്ഞ ലക്ഷ്മി ദേവി മലനിരകളിലെ ആദിവാസി കുടുംബത്തിൽ ചെഞ്ചുലക്ഷ്മിയായി അവതരിച്ചു. ഭഗവാൻ ചെഞ്ചുലക്ഷ്മിയെ കാണുകയും ലക്ഷ്മി ദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇവിടുത്തെ ആദിവാസി കുടുംബത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം നരസിംഹ ഭഗവാൻ ഇപ്പോൾ അവരുടെ മരുമകനാണ്. ചെഞ്ചുലക്ഷ്മി ആദിവാസി കുടുംബത്തിൽ പിറന്നതുകൊണ്ട് മാംസാഹാരി ആയിരുന്നു. എന്നാൽ ഭഗവാൻ സസ്യാഹാരിയുമായിരുന്നു. എന്നാലും ചെഞ്ചുലക്ഷ്മിക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്താൻ ഈ മലയോര പ്രദേശം മുഴുവനും തിരിഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. ഈ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായി
എല്ലാ ശനിയാഴ്ചകളിലും ഈ പ്രദേശവാസികൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ലക്ഷ്മി നരസിംഹസ്വാമിക്ക് ഭക്ഷണമായി ഒരു കോഴിയെ സമർപ്പിക്കുന്നു. പതിനാറ് കിലോമീറ്റർ വനത്തിൻ്റെ ഉൾഭാഗത്തുകൂടി സഞ്ചരിച്ച് ഇതാ ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. നവനരസിംഹ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശാന്തമായ രൂപമാണ് ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രങ്ങൾക്കിടയിലെ രത്നമെന്നാണ് പാവന നരസിംഹസ്വാമി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. വനമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ധ്വജസ്തംഭം കാണാം. ക്ഷേത്രത്തിൽ 7 തലകളുള്ള ആദിശേഷനും മടിയിൽ ചെഞ്ചുലക്ഷ്മിയുമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭരദ്വാജ മുനി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ നവഗ്രഹത്തിലെ ബുധനാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഭരദ്വാജ മുനി ബ്രഹ്മഹത്യാ ദോഷത്തിൽ നിന്ന് മോചനം നേടിയത്. ഇവിടെ ഇരുന്നാണ് ആദിശങ്കരൻ നരസിംഹ കരവല അംബാസ്തോത്രം രചിച്ചത്. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഭഗവാൻ ഇവിടെ വന്ന ഭക്തരെ മോചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ.